അതിജീവന പാതയിലുള്ള വയനാട്ടിൽ ഇന്നും തെരച്ചിൽ ആരംഭിക്കും. അല്പസമയത്തിനകം തന്നെ പുത്തുമലയിലും മുണ്ടക്കയിലും ചാലിയാർ പുഴയിലുമുള്ള തെരച്ചിലാകും രാവിലെ തന്നെ തുടങ്ങുക. ഇനി 180 പേരെ കണ്ടെത്താനുണ്ട്. ജില്ലയിൽ സ്കൂളുകൾ ഇന്ന് തുറക്കുമെന്ന് ഇന്നലെ കളക്ടർ അറിയിച്ചിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളും കളക്ഷൻ സെന്ററുകളും പ്രവർത്തിക്കുന്നവ ഒഴികെയുള്ള സ്കൂളുകളാണ് ഇന്ന് ആരംഭിക്കുക. അതേസമയം സൂചിപ്പാറയിൽ തെരച്ചിലിനിടെ വനത്തിൽ ഒരു 18 രക്ഷാപ്രവർത്തകർ കുടുങ്ങിയിരുന്നു. അവരെ തിരികെ എത്തിക്കാനായി NDRF സംഘം പുറപ്പെട്ടിട്ടുണ്ട്. NDRF കമാൻഡന്റ് അഖിലേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുറപ്പെട്ടത്. ഒരു മൃതദേഹം ഉൾപ്പെടെയാണ് ഇവർ കുടുങ്ങിയിരിക്കുന്നത്. എന്തായാലും മറ്റ് ഇടങ്ങളിൽ ഉള്ള തെരച്ചിൽ ഇന്ന് ആരംഭിക്കും. മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുന്നുണ്ടോ ഇനിയും ആളുകൾ? വെല്ലുവിളിയാകുന്നത് ഇടയ്ക്കിടെ പെയ്യുന്ന മഴയും അതോടൊപ്പം തന്നെ ഈ കല്ലും മണ്ണുമൊക്കെ കെട്ടിടങ്ങൾക്കും വീടുകൾക്കും മുകളിലായി അടിഞ്ഞു കൂടിയിരിക്കുന്ന ഒരു സാഹചര്യം. അത് 40 അടിയോളം ഉയരത്തിൽ പോലും ഇവയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആണ് ഈ തിരച്ചിലിന് വിഘ്നമായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് തിരച്ചിൽ താമസിക്കുന്നതും. ഇന്നലെ 2 സിഗ്നലുകൾ വേലിപ്പാലത്തിന് അടുത്തായി മറ്റിടങ്ങളിലുമായി കിട്ടിയിരുന്നു. അവ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് ഇന്ന് പുനരാരംഭിക്കുക. ഇന്ന് നടക്കാനിരിക്കുന്നതും അപ്രകാരമുള്ള തിരച്ചിലാണ്. റഡാർ സംവിധാനം ഉപയോഗിച്ചും ഐബോർഡ് ഉപയോഗിച്ചുമുള്ള തിരച്ചിൽ അവ ഇന്ന് ഉണ്ടാകും. എന്തായാലും 7ാം ദിവസമാണ് ഇന്ന് തിരച്ചിലിൻ്റെ. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കേരള മനസാക്ഷിയെയും രാജ്യത്തെ തന്നെ നടുക്കിയ ഈ വലിയ മഹാദുരന്തം നടക്കുന്നത്. ഇന്ന് ഇനി മറ്റിടങ്ങളിൽ വ്യാപിക്കുന്ന തെരച്ചിൽ അത് ചാലിയാർ പുഴയുടെ ഇരുകരകളിലുമായി തുടരുന്നുണ്ട് എന്നും പറയുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നിർത്തിവെച്ച തെരച്ചിലാണ് ചാലിയാർ പുഴയുടെ ഇരുവശങ്ങളിലുമായി. അത് ഇന്നും തുടരും എന്നുള്ള വിവരം ഇന്നലെ തന്നെ നൽകിയിരുന്നു. ചൂരൽമല സ്കൂള്, വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരത്ത് പ്രത്യേകിച്ചും തെരച്ചിൽ കൂടുതലായി നടക്കുമെന്നാണ് ഇന്നലെ അറിയിച്ചിരുന്നത്. സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന അത് ഇവിടങ്ങളിൽ ഇന്നും തുടരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി ചൂരൽമല സ്കൂള്, വെള്ളാർമല വില്ലേജ് ഓഫീസ്, അതിന് പുറമെയാണ് ഈ ചാലിയാർ. അത് മലപ്പുറം ജില്ലയിലേക്ക് കൂടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തെരച്ചിൽ വ്യാപിച്ചിരുന്നു. കാരണം ആദ്യ ദിനം മുതൽ മലപ്പുറം ജില്ലയിലേക്ക് കൂടിയാണ് ഈ ചാലിയാർ പുഴയിലൂടെ മൃതദേഹവും ശരീരഭാഗങ്ങളുമൊക്കെ അടിഞ്ഞു കൂടിയിരുന്നത്, ഒഴുകിയെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള തെരച്ചിൽ കൂടി ഇന്നും തുടരും. ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ കണക്കാണ് ഇനി 180 പേരെ കണ്ടെത്താനുണ്ട് എന്നത്. 17 ക്യാമ്പുകളിലായി 2551 പേരെ ദുരന്തമുഖത്ത് നിന്ന് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ഇനി അവർക്കായുള്ള ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉറപ്പുവരുത്തുകയാണ് ജില്ലാ ഭരണകൂടവും. അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ സേവാ സംഘടനകളും വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരൊക്കെ ഈ സന്നദ്ധ സേവാ സംഘങ്ങളുമായി ബന്ധപ്പെട്ട അവരൊക്കെ വയനാട് ജില്ലയിലേക്ക് തന്നെ കേന്ദ്രീകരിച്ച പ്രവർത്തനം തുടരുകയാണ്. ഇപ്പോഴും ഈ ക്യാമ്പുകളിലുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അവർക്ക് അവശ്യ വസ്തുക്കളും മറ്റ് സഹായ സഹകരണങ്ങളും ഒക്കെ ഉറപ്പാക്കാനായി ഇവർ തുടരുന്നുണ്ട്. കാരണം ഉറ്റവരെ നഷ്ടപ്പെട്ട സമ്പാദ്യമെല്ലാം ഒലിച്ചു പോയ ഒരു അവസ്ഥയിലാണ് അവരുള്ളത്. അവർക്ക് മാനസികമായും ഇനി മറ്റു രീതിയിലുള്ള പിന്തുണയും നൽകേണ്ടതുണ്ട്. കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ളവ നൽകും എന്നത് സംസ്ഥാന സർക്കാരും ആവർത്തിച്ചിരുന്നു, ജില്ലാ ഭരണകൂടവും ആവർത്തിച്ചിരുന്നു, കളക്ടറും ആവർത്തിച്ചിരുന്നു. ഇനി അപ്രകാരമുള്ള കാര്യങ്ങൾ കൂടി ഇന്നും തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അർജുൻ PS ചേരുന്നുണ്ട് തത്സമയ വിവരങ്ങൾ നൽകാൻ. അർജുൻ, ആദ്യം ഇന്നത്തെ തിരച്ചിൽ ആരംഭിച്ചോ? തിരച്ചിൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് NDRFിന്റെ ഒരു സംഘം അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല തണ്ടർബോൾട്ടിന്റെ ഒരു സംഘവും ആ പ്രദേശത്തേക്ക് ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്. പരപ്പൻപാറ, അതായത് സൂചിപ്പാറയുടെ തൊട്ടടുത്തുള്ള പരപ്പൻപാറ മേഖലയിലാണ് ഇത്തരത്തിൽ ആളുകൾ കുടുങ്ങിയിട്ടുള്ളത്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഇവർ റെസ്ക്യൂ ചെയ്യുവാൻ അവിടെ എത്തിയിരുന്നത്. ആ ഒരു പ്രദേശത്തേക്ക് നേരത്തെ തന്നെ നമ്മൾ 2 ദിവസം മുമ്പേ തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ്. ഇത്തരത്തിൽ സൂചിപ്പാറ മേഖലയിൽ നിരവധി മൃതദേഹങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ കൃത്യമായി ഒരു വനപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മിക്ക ആളുകൾക്കും ഇവിടെ എത്തിപ്പെടാൻ കഴിയില്ല. സൈന്യമടക്കം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. തുടർന്നാണ് ഈ എമർജൻസി റെസ്ക്യൂ ടീം ഈ പ്രദേശത്തേക്ക് ചെല്ലുന്നത്. അതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ചെല്ലുകയും പിന്നീട് ആ കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് അവിടെ തന്നെ നിൽക്കുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവരോട് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഇവർ പറഞ്ഞിരുന്നത് തങ്ങൾ ഇവിടെ കുടുങ്ങിയതല്ല,
ഇന്ന് രാവിലത്തേക്ക് ഇവിടേക്ക് തിരിച്ചെത്തുവാനാണ് ഉദ്ദേശിച്ചത്. കഴിഞ്ഞ ദിവസം ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ, അതായത് ഇരുട്ടായത് കൊണ്ട് തന്നെ തങ്ങൾ അവിടെ സ്റ്റേ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നാണ് നമ്മൾ ഫോൺ വിളിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നത്. അതായത് ഇവരുടെ റെസ്ക്യൂ ടീമിൻ്റെയൊക്കെ ആ തലവനായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു സംഘടന രൂപീകരിച്ചിട്ടുള്ള വ്യക്തിയെ അടക്കം നമ്മൾ വിളിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നതും ഇത്തരത്തിലായിരുന്നു. അതായത് തങ്ങൾ ഇതുവരെയും അവിടെ കുടുങ്ങിക്കിടന്നതല്ല, തങ്ങൾ ഇപ്പോൾ സുരക്ഷിതരാണ് എന്നത് അടക്കം മെസ്സേജ് നമുക്ക് നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നു. തുടർന്നാണ് എവിടെയാണ് ഈ പ്രദേശം കൃത്യമായി പറയാനാണെങ്കിൽ എവിടെയാണ്? മുണ്ടേരിയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു അർജുൻ. ഈ ഇവർ ഇരിക്കുന്ന സ്ഥലം, കാരണം ഇവർ സുരക്ഷിതരാണ് എന്ന് ഇന്നലെ രാത്രി മുതൽ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. തീർച്ചയായും ഇവർ സുരക്ഷിതരാണെന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് രാത്രി മുതൽ നമുക്ക് ലഭിച്ചിരുന്നതാണ്. എന്തിനാൽ തന്നെയും ഇന്ന് രാവിലെ അവർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല എന്നുള്ളത് തീർച്ചയാക്കുകയായിരുന്നു. തുടർന്നാണ് NDRFന്റെ ഒരു സംഘം ഇവിടെ നിന്നും യാത്രയായത്. മാത്രമല്ല തണ്ടർബോൾട്ടിന്റെ ഒരു സംഘവും ഇവിടെ നിന്ന് യാത്രയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഏത് തരത്തിലുള്ള റെസ്ക്യൂ പ്രവർത്തനമായിരിക്കും നടക്കുകയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തിനാൽ തന്നെയും ആ ഒരു പ്രദേശത്ത്, ആ ഒരു കാട് മൂടിയ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു റെസ്ക്യൂ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി തന്നെയായിരിക്കും. മാത്രമല്ല എയർ ലിഫ്റ്റിംഗ് അടക്കമുള്ള സാധ്യതകൾ ഇവിടെ സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലാണെങ്കിൽ തണ്ടർബോൾട്ട് NDRF സംഘങ്ങൾ ഏത് തരത്തിലായിരിക്കും ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് നമ്മൾ വലിയ ഒരു ചോദ്യചിഹ്നമായുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ എമർജൻസി റെസ്ക്യൂ ടീം ഇവിടെ എത്തുന്നത്. രാവിലെ എത്തിയതാണ്, മലപ്പുറത്തുള്ള ടീമാണ്. ആ മലപ്പുറത്ത് നിന്നാണ് ഈ ഒരു പ്രദേശത്തേക്ക് എത്തിയത്. ഈ ഒരു പ്രദേശത്ത് എത്തുകയും പിന്നീട് ഇവിടെ കുടുങ്ങിപ്പോവുകയും എന്നുള്ളത് ആയിരുന്നു നമ്മൾ അറിഞ്ഞിരുന്നത്. എന്നാൽ അവരെ വിളിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത് തങ്ങൾ കുടുങ്ങിയതല്ല, ഇത്തരത്തിൽ തങ്ങൾ സേഫായി ഇവിടെ നിന്നതാണ്, ഒരു വെളിച്ചം വരുമ്പോൾ ഇറങ്ങാമെന്ന് കരുതി നിന്നതാണെന്നാണ്. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും അവർക്ക് ഈ ഒരു പ്രദേശത്ത് നിന്ന് ഇറങ്ങുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേ തുടർന്നാണ് പിന്നീട് എമർജൻസി റെസ്ക്യൂ ടീമിന്റെ അടക്കം ഒരു ഹെൽപ്പ് ഇവർ തേടുന്നത്, സഹായം തേടുന്നത്. അത്തരത്തിൽ എമർജൻസി റെസ്ക്യൂ ടീമിന്റെ തലവനടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല തണ്ടർബോൾട്ട് സംഘവും ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ പറഞ്ഞിരുന്നതാണ് ഇത്തരത്തിൽ സൂചിപ്പാറ മേഖലയിൽ നിരവധി മൃതദേഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഒഴുകിപ്പോയി എത്തുവാനുള്ള സാധ്യത ഈ പ്രദേശത്താണ് എന്നുള്ളത് നാട്ടുകാർ, അതായത് പ്രദേശവാസികളടക്കം നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതേ തുടർന്നാണ് ഇത്തരത്തിൽ നമ്മളടക്കം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശത്തെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു സേനയുടെ അംഗങ്ങൾക്ക് അവിടെ എത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. ചെറിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സേനാ അംഗങ്ങളടക്കം അങ്ങോട്ട് പോവാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഈ എമർജൻസി റെസ്ക്യൂ ടീം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ ഒരു പ്രദേശത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ പോയി ഇന്ന് രാവിലെ അത്തരത്തിൽ തങ്ങൾ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതടക്കം പറയുന്നു. പിന്നീടാണ് ഈ ടീമുകളെയൊക്കെ വിവരമറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവരെയൊക്കെ വിളിക്കുകയും, അതായത് NDRF സംഘത്തിനെയും ആർമി അടക്കം വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അവർക്കൊന്നും ഇത്തരത്തിൽ ഇവർ കുടുങ്ങിക്കിടക്കുന്നതായ നിർദ്ദേശം കഴിഞ്ഞ ദിവസം രാത്രി ലഭിച്ചിരുന്നില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നില്ല. ഇന്നാണ് ഇത്തരത്തിൽ വിവരങ്ങൾ ലഭിച്ചതെന്നുള്ളതാണ്. തീർത്തും ദുർഘടപാതയാണോ അർജുൻ? അതുകൊണ്ടാണോ അവർക്ക് അവിടെ നിന്ന് മടങ്ങാൻ കഴിയാത്തത്, അതോ കാലാവസ്ഥയാണോ വില്ലനായതും? തീർച്ചയായും കഴിഞ്ഞ ദിവസം കാലാവസ്ഥ വില്ലനായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല വൈകുന്നേരമായിരുന്നു, ഇരുട്ട് പടർന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് പുറത്തേക്ക് എത്തുവാൻ സാധിക്കാതിരുന്നത്. തുടർന്ന് ഇന്ന് രാവിലെയും വലിയ രീതിയിലുള്ള ഒരു മഴ ഈ പ്രദേശങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല കാടാണ്, ആ ഒരു പ്രദേശത്ത് നിന്നും ഇറങ്ങുക ഒരു ദുഷ്കരമായുള്ള കാര്യമാണെന്നടക്കം നമ്മൾ മനസ്സിലാക്കുന്നു. ഇവരുടെ കയ്യിൽ ഒരു ഡെഡ് ബോഡി കൂടിയുണ്ട്. ആ ഡെഡ് ബോഡി അടക്കം എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുവാൻ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഡെഡ് ബോഡി കൂടാതെ തങ്ങൾ പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതടക്കം അവർ പറയുന്നത്. നമുക്ക് അവരുമായി ബന്ധപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ആ ഒരു പ്രദേശത്ത് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ റേഞ്ച് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ളവരെ ബന്ധപ്പെടാൻ താത്കാലികമായി ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്ന് തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെയുള്ള പ്രദേശത്തുള്ള അല്ലെങ്കിൽ
ഈ രക്ഷാപ്രവർത്തനത്തിനിടെ കുടുങ്ങിയ ഒരു വ്യക്തിയുമായി നമ്മൾ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹവും പറഞ്ഞത് തങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, തങ്ങൾ സേഫാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും നമ്മളോട് സംസാരിച്ചിരുന്നത്. ബാക്കിയുള്ള സേനാംഗങ്ങൾ അടക്കം വിളിച്ചപ്പോഴും അവർക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതടക്കം നമ്മളോട് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ തങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണെന്നുള്ള മെസ്സേജ് ഈ NDRF സംഘത്തിന് വരുന്നത്, അല്ലെങ്കിൽ തണ്ടർബോൾട്ട് സംഘത്തിനടക്കം വരുന്നത്. പിന്നീടാണ് ഈ തണ്ടർബോൾട്ട് സംഘവും NDRF സംഘവും അടക്കമുള്ളവർ ഇവരെ രക്ഷിച്ചെടുക്കുവാൻ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ അവരെ ബന്ധപ്പെടാനായി ഞങ്ങളും ശ്രമിക്കുകയാണ്. തീർച്ചയായും പ്രതികരണം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഈ ഇടയ്ക്കിടയ്ക്ക് മാറി വരുന്ന റേഞ്ചാണ് അവരെ കിട്ടാനുള്ള ഒരു തടസ്സമായി ഇപ്പോഴും നിൽക്കുന്നത്.